കോഴിക്കോട് വലിയപ്പള്ളിയിലെ QR കോഡ് സ്കാനർ തട്ടിപ്പിൽ പ്രതികൾക്കെതിരെ കൂടുതൽ പരാതികളുമായി വ്യാപാരികൾ രംഗത്ത്. കടകളിൽ പേടിഎം തകരാർ പരിഹരിക്കാനെന്ന വ്യാജേന എത്തി വ്യാപാരികളുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടുകയായിരുന്നു. കേസിൽ കതിരൂർ സ്വദേശി പിലാക്കണ്ടി മുഹമ്മദ് റാഷിദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വില്യാപ്പള്ളി കൊളത്തൂർ റോഡിലെ വട്ടപ്പൊയിൽ അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഹിലാൽ കാറ്ററിംഗ് സ്ഥാപനത്തിലെത്തി ഉടമയെ കബളിപ്പിച്ച് 68,000 രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് മുഹമ്മദ് റാഷിദ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. റാഷിദിനെതിരെ 5 പേരാണ് നിലവിൽ പരാതിയുമായി വടകര പോലീസിനെ സമീപിച്ചത്. 5 പേരിൽ നിന്നായി 6 ലക്ഷം രൂപയോളം കവർന്നതായാണ് പരാതി. ചേറോട്, വില്യാപ്പള്ളി ടൗൺ, അമരാവതി എന്നിവിടങ്ങളിലെ കടക്കാരാണ് തട്ടിപ്പിനിരയായത്. ആധാറും ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെല്ലാം ചെയ്തതാണല്ലോ, അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ കാര്യം ചെയ്ത് വന്നിട്ട് ശരിയായത്. ഇപ്പം എന്തെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് വരുന്നില്ല, എന്തോ നെറ്റിൻ്റെ പ്രശ്നം എന്നെല്ലാം പറഞ്ഞു. പിന്നെ 2-2.5 മണിക്കൂർ നിന്നു. ഇതിങ്ങനെ ശരിയാക്കി പിന്നെ ഇതും കഴിഞ്ഞിട്ട് പോയി. ഞാൻ പിറ്റിൽ നിന്ന് 10-ാം തീയതി വേഗി പോയാൽ പറഞ്ഞിങ്ങനെ പൈസ ഇല്ല. പേടിഎമ്മിന്റെ QR കോഡ് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ സെറ്റ് ചെയ്ത് നൽകുന്ന സ്ഥാപനത്തിലെ സാങ്കേതിക ജീവനക്കാരനായിരുന്നു റാഷിദ്. റാഷിദിന്റെ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തിയതോടെ സ്ഥാപനം ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു. കമ്പനി ജീവനക്കാരനായിരുന്ന സമയത്തെ വ്യാപാരികളുമായുള്ള ബന്ധം മുതലെടുത്തായിരുന്നു തട്ടിപ്പ്. റാഷിദ് വ്യാപാര സ്ഥാപനങ്ങളിൽ വീണ്ടും എത്തി പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്നും ആധാറുമായി ലിങ്ക് ചെയ്യാനുണ്ടെന്നും ഉൾപ്പെടെ പറഞ്ഞ് വ്യാപാരികളെ കബളിപ്പിക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.